നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക അട്ടിമറി. അതല്ലെങ്കിൽ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും ഭീകര സംഘടന ആ ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ സമരം ചെയ്തതിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ പോലും ഉണ്ടായിരുന്നു ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ കൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കൃത്യമായിട്ടും സൈനിക അട്ടിമറിയിലൂടെ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചു. പിന്നീട് ഇന്നിപ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നു, ഹിന്ദു സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, ഹിന്ദു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള വളരെ പൈശാചികമായിട്ടുള്ള 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള വലിയ ക്രൂരത മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഹിന്ദുക്കളോട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്ന സമയം മുതൽ തന്നെ നമ്മുടെ മലയാളി ഇസ്ലാമിക ഭീകരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? അടുത്തത് മോദിയാണ്, അടുത്തത് മോങ്ങിജിയാണ്, അടുത്തത് ഭാരതമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഭാരതവും ഇതുപോലെ തന്നെ ഇസ്ലാമിക ജിഹാദികളുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതും ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ ഭരണകൂടത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഇവിടത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഈ നാടിന്റെ അവകാശികളായിട്ടുള്ള ഹൈന്ദവരെ ഇതുപോലെ തന്നെ കാണിക്കുമെന്നുള്ളതും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുള്ള ഇവിടത്തെ മലയാളി ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെയാണ് ഒരു ഇസ്ലാമിക കൊടും ഭീകരൻ ഉസ്താദ് മൊല്ലാക്ക. എന്താണ് അവന്റെ പേരെന്നറിയാമോ? പേര് ഞാൻ പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടായിട്ട് ഇങ്ങനെ പ്രചാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദര, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? ഈ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു, ഈ ഇസ്ലാമിക കൊടും ഭീകരന്റെ രാജ്യദ്രോഹിയുടെ വിവരങ്ങൾ അറിയുന്നവർ കൃത്യമായിട്ടും എനിക്ക് നമ്മുടെ ചാനൽ വാട്സപ്പ് നമ്പർ ഇതിന്റെ അടിയിൽ കാണിക്കുന്നുണ്ട്, ഇതിലേക്ക് സെൻഡ് ചെയ്ത് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ ഹിന്ദു സഹോദരങ്ങളാണ് നവാസ് മന്നാനി എന്ന് പറയുന്ന ഈ ജിഹാദിയുടെ ഈ രാജ്യദ്രോഹിയുടെ വിവരങ്ങൾ തന്നത്. അത്തരത്തിൽ ഞാൻ ഇന്ന് ഈ രാജ്യദ്രോഹിയെ ബന്ധപ്പെട്ടു ആ രാജ്യദ്രോഹിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണം നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല, കാരണം നിങ്ങള് ഒരുപാട് തെറിയ അഭിഷേകം അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് പൂർണ്ണമായിട്ട്. ഞാൻ പറയട്ടെ ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും, മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളുടെ പെൺമക്കളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പറയൂ. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. എന്റെ പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ് AC-യിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളം പിന്നെ വാഷ്റൂമിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്യുന്നതിനെതിരെ ഇതൊക്കെ കാണാറുണ്ട് താങ്കൾ അല്ലേ? അപ്പൊ ഞാൻ ശക്തമായി അതിനെതിരെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ടത് അവരെയാണ്.
അല്ല എനിക്ക് താങ്കളുടെ പ്രതികരണം പട്ടാളത്തെ സുഖിപ്പിക്കുന്ന ഇപ്പത്തെ വാക്കുകളല്ല. പട്ടാളം നിങ്ങളുടെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പരാമർശം അത് ഏതർത്ഥത്തിലാ താങ്കൾ പറഞ്ഞത്? അതാണ് പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, വർഷങ്ങൾ മുമ്പാണോ മുൻപ് ഇപ്പൊ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നാണെന്നുള്ളതല്ല. പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ അത്? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? ആ പ്രസംഗത്തിന്റെ ഭാഗം എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയ അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മള് അല്ല, നിങ്ങൾ പ്രസംഗിച്ചതാണോ അല്ലേ? അതില് കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ്, പക്ഷെ അത് അങ്ങനെയല്ല. എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കലാപമുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഇവിടെ പട്ടാളം വരും, പട്ടാളം വന്നാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരല്ലേ ചോദിച്ചത് നിങ്ങൾ? ഇന്ത്യൻ പട്ടാളക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി നമുക്ക് നല്ലതേ പറയാവൂന്നല്ല, നല്ലതേ നമുക്ക് ഉള്ളൂ പറയാം. അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തത് പറയാനുള്ള കാരണം? അതാ നമുക്കറിയുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ലാന്നോ? അപ്പൊ നിങ്ങൾ ബോധമില്ലാണ്ടാണോ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങൾ കൃത്യമായിട്ട് ബോധത്തോടെയാണല്ലോ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോ ഒരു ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെയല്ലോ സംസാരിക്കേണ്ടത്. അല്ല, നമ്മൾക്ക് അറിയേണ്ട പ്രതികരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ അത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് പറയാനുള്ള പ്രതികരണം അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇന്ത്യൻ പട്ടാളം നമ്മുടെ അഭിമാനമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റിയത്? അതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള പ്രതികരണം. ആ പ്രസംഗം എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് അറിയില്ലെന്നായി പറയുന്നത്. എന്റെ പൊന്നുസ്താദേ, ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വെള്ളടിക്കാരൊക്കെ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് MDMA ഒക്കെ വലിച്ച് പുതിയ മാർഗ മയക്കുമരുന്നൊക്കെ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. കേട്ടല്ലോ. ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വേർതിരിച്ച് കേൾക്കേണ്ടതുണ്ട്. കാരണം ഇവൻ പറയുന്ന ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ടും എന്താണ് എന്നുള്ളത് വിവരിക്കേണ്ടതുണ്ട്. അതിന്റെ ഓഡിയോ ക്ലാരിറ്റി കുറവായത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നോക്കാം നമുക്ക്. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങള് ഒരുപാട് ചെറിയ അഭിഷേകം. അല്ല, ഞാൻ അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. നോക്കൂ, ഇവനെ വിളിച്ച സമയത്ത് തന്നെ ഇവൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു ഇന്ന ആളാണ്, ഇന്ന ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇവൻ പറയുകയാണ്, നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ എന്നെ ഒരുപാട് തെറി വിളിച്ച്. എടാ രാജ്യദ്രോഹി, നമ്മുടെ ഭാരതത്തിന്റെ സൈന്യത്തെ കുറ്റം പറഞ്ഞ നിന്നെ പിന്നെ ഞാൻ എന്താടാ വിളിക്കേണ്ടത്? നീ ആരാടാ? നീ വെറും ഒരു രാജ്യദ്രോഹി, ഇസ്ലാമിക കൊടും ഭീകരൻ. ഈ നാട് കാക്കുന്ന, അതിർത്തിയായാലും നമ്മളെ ആയാലും കാക്കുന്ന ഭാരത സൈന്യത്തെയാണ് നീ കുറ്റം പറഞ്ഞത്. അതും നീ എന്താ പറഞ്ഞത്? ഇവിടത്തെ മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വരുന്നവനാണ് ഭാരത പട്ടാളം എന്നാണ് നീ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ നവാസ് മന്നാനി എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിലൂടെ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. എന്തെന്നറിയുമ്പോ, ഇവിടുത്തെ ഇസ്ലാമിക സ്ത്രീകളിലും കുട്ടികളിലും അടക്കം ഈ ഭാരതത്തിന്റെ പട്ടാളത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ, അത് വളരെ മ്ലേച്ഛകരമായി, അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുക. എന്തിനെന്നറിയാമോ? ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപമുണ്ടല്ലോ, ആ കലാപ സമയത്ത് ഈ പട്ടാളത്തെ പോലും വകവരുത്തേണ്ട രീതിയിലേക്ക് ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ കണ്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിം സ്ത്രീകളും കുട്ടികളും വരെ തെരുവിൽ ഇറങ്ങിയത് കണ്ടില്ലേ? ഇനി ഇവന്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് കേൾക്കാം. ഇവന്റെ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗം നോക്കാം. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യം. ഇവൻ ഇപ്പോൾ പറയുകയാണ്, ഇന്ത്യൻ പട്ടാളം എന്നത് ഹിന്ദു മുസ്ലിം സ്ത്രീകൾ എന്നല്ല, എല്ലാവർക്കും വലിയ ആ ഒരു ആദരവ് കൊടുക്കുന്നവർ തന്നെയാണ് ഇന്ത്യൻ പട്ടാളത്തെ എന്നാണ് ഇവൻ പറയുന്നത്. അതായത് കിട്ടേണ്ടത് കിട്ടി, അപ്പോൾ എന്തായി മാറി? സ്വഭാവം മാറി. സ്വഭാവം മാറിയില്ലെങ്കിൽ എന്തായിരിക്കും? തീഹാറിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുണ്ടല്ലോ, ഗുദം വിശാലമായി കിടക്കുന്നു, അവിടേക്ക് ഇവനെ സൈന്യം കൊണ്ടുപോകുമെന്നുള്ളത് 3.5 തരമാണ് പറയുന്നത്. ഇവനെ അവിടെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാരത പട്ടാളത്തെ അപമാനിച്ച ഇവനെ അവിടെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ മീശയും വെച്ച് നടക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം ഇവരുടെ ടെലിഫോൺ സംഭാഷണം. എന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ് AC-യിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളം പിന്നെ വാഷ്റൂമിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്യുന്നതിനെതിരെ ശക്തമായി ആളാണ്.
ഇതൊക്കെ കാണാറുണ്ട് താങ്കൾ അല്ലെ? അപ്പൊ ഞാൻ ശക്തമായി അതിനെതിരെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ടത് അവരെയാണ്. അതായത് ഇവന്റെ പ്രസംഗങ്ങളിൽ മുൻ പ്രസംഗങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇവൻ പറയുന്നത്. ആ പറഞ്ഞ ഇവന്റെ നാക്കിൽ നിന്നാണ് ഭാരത പട്ടാളം മുസ്ലിങ്ങളെ ബലാത്സംഗം ചെയ്യാൻ ഇവിടേക്ക് കേരളത്തിലേക്ക് വരുന്നു മക്കളെ എന്ന് പറഞ്ഞ് ആ ഡാഷിന്റെ മോൻ പറഞ്ഞത്. ഇനിയാണ് ഏറ്റവും വലിയ രസം, അവന്റെ ബാക്കി ഭാഗത്ത് അവൻ പറയുന്നുണ്ട് അവനത് പറഞ്ഞത് എങ്ങനെയെന്ന് അവന് അറിയില്ല എന്നുള്ളത്. അതായത് വല്ല കഞ്ചാവോ MDMA വലിച്ചിട്ട് എന്താ അറിയില്ല, ഇവൻ അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. താങ്കളുടെ പ്രതികരണം പട്ടാളത്തെ സുഖിപ്പിക്കുന്ന ഇപ്പത്തെ വാക്കുകളല്ല. പട്ടാളം നിങ്ങളുടെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പരാമർശം അത് ഏതർത്ഥത്തിലാ താങ്കൾ പറഞ്ഞത്? അതാണ് പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ്. വർഷങ്ങൾ മുമ്പാണോ മുൻപ് ഇപ്പൊ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നാണെന്നുള്ളതല്ല. പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളാണല്ലോ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ അത്, നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? ആ പ്രസംഗത്തിന്റെ ഭാഗം എങ്ങനെയാണ്, അതായത് ആ പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാൽ അത് എന്റെ പ്രസംഗം തന്നെയാണ് എന്നിവൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ഈ ഒരു ഓഡിയോ കേട്ട എന്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, അല്ല ബൈജുജി, നാളെ ഇവന്റെ ഉമ്മയോടോ ഉപ്പയോടോ ആരെങ്കിലും ചോദിക്കുകയാണ്, അല്ല ഈ നവാസ് കാഞ്ഞാണിയോ കുഞ്ഞാണി എന്തോ ഈ ചങ്ങാതി മന്നാണിയോ ഇവൻ നിങ്ങളുടെ മകനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവന്റെ ഉമ്മ അതല്ലെങ്കിൽ ഇവന്റെ ബാപ്പ പറയുകയാണ്, ഓ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കളയുമോ ബൈജുജി എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈ ഓഡിയോ കേട്ട സമയത്ത് ചോദിച്ചു കേട്ടോ. എനിക്ക് ചിരി വന്നു. കാരണം ഇതാണ് ഇവന്റെയൊക്കെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾക്ക് അയച്ചു തന്നിരുന്നു. അതിലെ വിശദ വിവരം ഞാനിവിടെ പറഞ്ഞു തരാം. ഇവൻ ആരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഡാഷ്മോന്റെ പേര് നവാസ് മന്നാനിയാണ്. പനവൂർ പോസ്റ്റ് ആണ്, നെടുമങ്ങാട് താലൂക്ക്, തിരുവനന്തപുരം ജില്ല. ഇത് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ AHPയുടെ സംസ്ഥാന സെക്രട്ടറി ഹരി പാലോട്, ഹരിച്ചേട്ടനെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാണ് ഇവിടെ. കാരണം അദ്ദേഹത്തിന്റെ വീട് പാലോട് ഈ നെടുമങ്ങാടിന് അടുത്താണ്. അപ്പോൾ നവാസ് മന്നാനി പനവൂർ പോസ്റ്റ് നെടുമങ്ങാട് താലൂക്കാണ്, തിരുവനന്തപുരം ജില്ല. മലബാർ ഏരിയയിലാണ് ഇവന്റെ കൂടുതൽ പ്രസംഗം. വീട്ടിലാണ് കൂടുതൽ നേരം. ഇവൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇവന്റെ പരിപാടി ഈ ഓരോന്ന് രാജ്യദ്രോഹപരമായുള്ള പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ വീട്ടിലിരുന്ന് സംഘടിപ്പിക്കുക എന്നതാണ് ഇവന്റെ പരിപാടി. അതിനുള്ള ഫണ്ട് ഇവന് വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത അവന്റെ വിവരത്തിൽ വരുന്നത്. വണ്ടികൾ വന്നും പോയും ഇരിക്കുന്ന ഒരുപാട് എണ്ണം ഇവനെ കാണാനും ഇവനെ കൊണ്ടുപോകാനും മറ്റുള്ളതിനും ഒക്കെ ആയിട്ട്. ഇവന്റെ തന്ത ചുമട്ട് തൊഴിലാളിയായിരുന്നു, ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മ വീട് തോറും മീൻ കച്ചവടം ആയിരുന്നു. എന്നാൽ ഇന്ന് ആ മീൻ കച്ചവടമൊക്കെ നിർത്തിയിട്ട് കാശ് കുമിഞ്ഞുകൂടി. എങ്ങനെയാ കുമിഞ്ഞുകൂടിയത്? നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ രാജ്യദ്രോഹവും അതല്ലെങ്കിൽ മോദി വിരുദ്ധതയും അതല്ലെങ്കിൽ RSS ഹിന്ദു വിരുദ്ധത, ഭാരത വിരുദ്ധത, സൈന്യ വിരുദ്ധത എന്നൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പണം കുമിഞ്ഞു കൂടും. അത് കുമിഞ്ഞു കൂട്ടാൻ വേണ്ടി അന്യരാജ്യത്ത് അതല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ മത്സരിക്കുന്ന നാട് തന്നെയാണ് പ്രത്യേകിച്ച് കേരളം എന്നുള്ളത് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ മീൻ വീടുകൾ തോറും വിറ്റുകൊണ്ടിരുന്ന ഇവന്റെ ഉമ്മ ആ പരിപാടി നിർത്തി മകൻ രാജ്യദ്രോഹപരമായിട്ടുള്ള പട്ടാളത്തെയും മറ്റുള്ളതിനും കുറ്റം പറയൽ തുടങ്ങിയതോടുകൂടി ഫണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ കുമിഞ്ഞുകൂടി എന്നുള്ളതാണ് പറയുന്നത്. വീട്ടിലിരുന്നാണ് കൂടുതലും രാജ്യദ്രോഹപരമായുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നത്. കാരണം റെക്കോർഡിങ്ങിനായി പ്രത്യേകം റൂം പണിഞ്ഞിട്ടുണ്ട്. മാസം തോറും വണ്ടികൾ മാറുന്നുണ്ട്. ഇവന് മാസം പുതിയ വണ്ടികൾ കിട്ടുന്നുണ്ട്. നാട്ടിൽ തേരാപേര നടന്ന സമയത്ത് ഇവനെ മതപഠനത്തിന് എവിടെയോ കൊണ്ടാക്കി. പിന്നെ കാണുന്നത് ഇങ്ങനെ മാന്നാനി എന്നത് ലോകത്തിലെ ഏറ്റവും പദവിയാണെന്നാണ് ഈ ജിഹാദികൾ പറയുന്നത്. ഇവന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധന അത്യാവശ്യമാണ്. ഇങ്ങനെയാണ് ഇവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇവന്റെ ഇത്തരത്തിലുള്ള പട്ടാളത്തെയും രാജ്യത്തെയും നരേന്ദ്രമോദി ആയിക്കോട്ടെ ഈ ഭാരതത്തെ ഒന്നടങ്കം ലോകത്താകമാനമുള്ള എല്ലാത്തിനെയും ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായി പറയാൻ വേണ്ടി ആ പ്രസംഗം നടത്താൻ വേണ്ടി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവന്റെ ഫോൺ നമ്പർ അവന്റെ ആ ഒരു സൈന്യത്തെ കുറ്റം പറയുന്ന ആ പ്രസംഗത്തിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവനെ ആർക്കും വിളിക്കാം, എന്നിട്ട് അവനെ ഇത്തരത്തിലുള്ള പ്രസംഗത്തിന് ക്ഷണിക്കലും ആവാം, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്ക് പ്രശംസിക്കലും ആവാം. അതിനുവേണ്ടിയാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവനെതിരെ കൃത്യമായിട്ട് നടപടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത പറയുക തന്നെയാണ്. നമ്മൾക്കറിയാം കേരള പോലീസ് എത്രത്തോളമാണ് പട്ടാളത്തെ കുറിച്ച് ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കെതിരെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുക എന്ന് നമ്മൾക്കറിയാം. കാരണം ഇവിടെ പട്ടാളക്കാർ, ലീവിന് വരുന്ന പട്ടാളക്കാരെ ചവിട്ടിക്കൂട്ടുന്ന പച്ചവെളിച്ചം പോലീസ് ഉള്ളിടത്തോളം കാലം എത്രത്തോളമായിരിക്കും പട്ടാളത്തെ ബലാത്സംഗം ചെയ്യുന്ന വീരന്മാരാണ് മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന വീരന്മാരാണെന്ന് പറഞ്ഞ ഈ ജിഹാദിക്കെതിരെ ഇവിടെ പോലീസ് സേന എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പരാതി കൊടുത്തിട്ടില്ല. ദേശീയ തലത്തിൽ മാത്രമാണ് ഇവനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൃത്യമായിട്ടുള്ള നമ്മൾ
നമ്മൾക്കുള്ള നോട്ടിഫിക്കേഷൻ തിരിച്ച് കിട്ടിയിട്ടുമുണ്ട്. അത്തരത്തിൽ NIA തന്നെ കൃത്യമായിട്ട് ഇവന്റെ പരാതി സസൂക്ഷ്മം നിരീക്ഷിച്ച് വരുന്നു എന്നുള്ള ആ സത്യം കൂടി പറയുകയാണ്. ഇത് രാവിലെയാണ് ഞാൻ ഇവനെ ബന്ധപ്പെട്ടത്. ഇവന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇന്നലത്തോടുകൂടിയാണ് പൂർണ്ണമായിട്ടും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവനെതിരെയുള്ള സകലമാന നീക്കങ്ങളും അതല്ലെങ്കിൽ പരാതികളും രാവിലെ തന്നെ കൺഫേം ആയതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവന്റെ ഓഡിയോ കൂടി നമ്മൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ഓഡിയോയിൽ ഇവൻ സമ്മതിക്കുന്ന ആ ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. ഇത് എന്റെ പ്രസംഗം തന്നെയാണ്, പക്ഷെ ഞാനത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയില്ല. അതായത് വല്ല കഞ്ചാവോ ഇനി വേറെ വല്ല മയക്കുമരുന്നോ അടിച്ചിട്ടാണോ എങ്ങനെയാണ് ഇവൻ പറഞ്ഞതെന്ന് ഇവൻ അറിയില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ ആ ഓഡിയോ സഹിതം തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി ഇവന്റെ ശിഷ്ടകാലം തീഹാർ ജയിലിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ കൂടെ തന്നെ ആവും എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം അടുത്ത ലോട്ട്, അതായത് ഓരോ ലോഡുകൾ എടുത്തിട്ടാണല്ലോ ഇവിടുന്ന് ജിഹാദികളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോഡിൽ ഒരുപാട് പോപ്പുലർ ഫ്രണ്ടുകാർ ആദ്യം നിരോധന സമയത്ത് കൊണ്ടുപോയി, അതിനുശേഷം രണ്ടാം ലോഡിൽ കുറെ എണ്ണത്തെ വീണ്ടും കൊണ്ടുപോയി. അത്തരത്തിൽ 3-4 ലോഡുകൾ കഴിഞ്ഞു. ഇനി വരുന്ന ലോഡിൽ ഞമ്മന്റെ നവാസ് മന്നാനി പെടും എന്നുള്ളതും നിസ്സംശയം പറയാം. അത്തരത്തിൽ തന്നെയാണ് സൈന്യത്തെ ഇത്ര കണ്ട് അവഹേളിച്ചിട്ടുള്ളത് ഈ ജിഹാദി. അതും പണത്തിന് വേണ്ടി തന്നെയാണ്. ഇവന്റെ പണത്തിന്റെ സ്രോതസ്സൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കൃത്യമായിട്ടും ED-യിലേക്കും പരാതി പോയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വ്യത്യസ്ത ഹിന്ദു സംഘടനകളുമായി പൂർണ്ണമായിട്ടും ഞാൻ ഈ വിവരം സംസാരിച്ചിട്ടുണ്ട്. അവർ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും തന്നെ ഇവനെതിരെ ഏതൊക്കെ രീതിയിൽ നീക്കുപോക്ക് നടത്താമോ അതൊക്കെ നടത്തുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാനാനിയെ നീ നിന്റെ തൊള്ള ഇനി തുറക്കുമ്പോൾ നീ ഇങ്ങനെ ചിന്തിക്കണം. സൈന്യത്തെ പോയിട്ട് ഈ രാജ്യത്തെങ്കിലും ഇനി കുറ്റം പറഞ്ഞാൽ, രാജ്യദ്രോഹം പറഞ്ഞാൽ നിന്റെ ഗുദം വിശാലമാക്കാൻ അവിടെ എവിടെയുണ്ട്? തീഹാറിൽ ഇഷ്ടം പോലെ സിംഗുമാരുണ്ട്, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കുക. ഇനി നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, വല്ല ജാമ്യത്തിലിറങ്ങിയ ജിഹാദികൾ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക, എങ്ങനെയുണ്ടായിരുന്നു തീഹാറിലെ ജീവിതം ഡിക്ക് എന്ന് ചോദിക്കുക. വെളിച്ചെണ്ണയുമായി നിനക്ക് അങ്ങോട്ട് പോവാൻ വൈകാതെ തന്നെ അങ്ങോട്ട് പോവാം എന്നുള്ളത് പച്ചയ്ക്ക് ഇവിടെ തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.